ചോദിക്കുന്നത് ഈ അതിജീവിതയുടെ ഒരു ധൈര്യം അതിനെ എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ വിലയിരുത്തുന്നത്? അതിജീവിത കാരണം അവർ തന്നെയാണല്ലോ. ഞാനൊരു വിക്ടിമല്ല, ഞാൻ ഇരയല്ല. അതിജീവിത എന്നൊരു പേര് തന്നെ അതിജീവിത അവർ തിരഞ്ഞെടുത്ത് അവർക്ക് തന്നെ കൊടുത്താണ്. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പവർ ഉണ്ട്. കാരണം അതിജീവിത എന്ന് പറയുമ്പോൾ അതിനെ ജീവിച്ചവൾ, അതായത് അവളുടെ ജീവിതത്തിൽ എന്തോ ഒരു സംഭവം നടന്നു, പക്ഷെ അതിന്റെ മേലെ അവൾ ജീവിതം വിജയിച്ചവൾ എന്നാണ് അവൾ തന്നെ അതിന് പേര് കൊടുത്തത്. കോടതിയിൽ എന്ന് പറയുമ്പോൾ കോടതിയിൽ തെളിവുകൾ നിരത്തുന്നതും അവിടെ വാദപ്രതിവാദങ്ങളും ഒക്കെ വരുമ്പോഴാണല്ലോ അവിടെ ഒരു നീതി എന്ന് പറയുന്ന വിജയം എന്ന് പറയുന്നത്. അത് ആർക്കാണോ വിജയം, ആരുടെ വശത്താണോ എന്ന് പറയും. വിജയം നീതി ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? 20 വക്കീലന്മാര് ഡൽഹിയിൽ നിന്ന് വരെ വക്കീലന്മാരെ ഇറക്കി കളിക്കുന്നു. ഒരു നിരപരാധിയാണ് താനെങ്കിൽ തന്റെ കേസ് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതേ ഉള്ളൂ. 20 വക്കീലന്മാരുടെ ബുദ്ധിയും അതിന്റെ കൂടെ ഈ ഇതെല്ലാം ആസൂത്രണം ചെയ്ത കാഞ്ഞ ബുദ്ധിയും എല്ലാം കൂടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് ഈ പ്രതിഭാഗം അല്ലെങ്കിൽ വാദിഭാഗം പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ പരാജയമായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രതിഭാഗത്തിന് 20 വക്കീലന്മാര് നിന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് വക്കീലന്മാര്. ഇര അതിജീവിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീത്വമുള്ള അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു ഭയാനകമായ ആ സിറ്റുവേഷനെ തുറന്നു പറഞ്ഞ് എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിലെ നീതി സംവിധാനമായ നീതിപീഠത്തിന്റെ മുന്നിലേക്ക് വന്ന ഒരു അതിജീവിതയാണ്, ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ അവിടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേര് പ്രാഗൽഭ്യമല്ല, ഓരോ കേസും ഓരോ ഇൻസിഡന്റും വരുമ്പോൾ പ്രാഗൽഭ്യമല്ല നമ്മൾ തെളിയിക്കേണ്ടത്, നീതിയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പൊ ഒരു കേസ് ജയിക്കുക തോൽക്കുക എന്ന് പറയുന്നതിൽ നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യഥാർത്ഥ ഇരയല്ല അതിജീവിത, അതായത് നീതി അർഹിക്കുന്ന ആ വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടിക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ആര് ജയിച്ചു, ഏത് വക്കീലിനെ വെച്ചു, അവരെത്രത്തോളം വക്കീലന്മാരെ നിരത്തിയിട്ടുണ്ട്, ജുഡീഷ്യൽ ഓഫീസർ എന്താണ് വിധിച്ചിട്ടുള്ളത്, അത് അർഹിക്കപ്പെട്ടവർക്കുള്ള നീതിയാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും. അത് അങ്ങനെ അല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ആ അവസരത്തിൽ തന്നെ നമുക്ക് ഈ സംവിധാനത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും നമ്മളെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്.